പകൽക്കാലം വീണ്ടും ദൈവസന്നിധിയിൽ വചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കിയതേക്കായിട്ട് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഈ റോമാലേഖനം 7-ാം അധ്യായവും 8-ാം അധ്യായത്തിൻ്റെ തുടക്ക ഭാഗങ്ങളും അല്പമായിട്ട് ചിന്തിക്കാനായിട്ട് കർത്താവ് നമുക്ക് സഹായിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലുള്ള ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങൾ, പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്ന നവീകരണം, അത് ഏതൊക്കെ നിലയിലാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ദാസൻ ഇവിടെ റോമാലേഖനം 8-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നു. വളരെ നിരാശാജനകമായ ചില പ്രസ്താവനകൾക്ക് ശേഷം ആ അവസ്ഥയിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരനുഭവമാണ് നമുക്ക് ഈ 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ നേരത്തെ ചിന്തിച്ചു, എൻ്റെ അവയവങ്ങളിൽ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ആ നന്മയ്ക്ക് വിഘാതമായിട്ട് നിൽക്കുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് പലപ്പോഴും പ്രവർത്തിക്കേണ്ട സമയം വരുമ്പോൾ എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അതുകൊണ്ട് ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം തുടർന്ന് നമ്മൾ വായിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഈ 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈ നിരാശാജനകമായ ഒരു അനുഭവത്തിൽ നിന്ന് വളരെ പ്രത്യാശയും ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിവർത്തിക്കത്തക്കവണ്ണം ഒരു മനുഷ്യനെ അവൻ്റെ ജീവിതത്തിലുള്ള പാപസ്വഭാവത്തിൻ്റെ ആ ശക്തിയെ ജയിച്ച്, പാപസ്വഭാവത്തെ ജയിച്ച് ആ കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള വിശുദ്ധിയിൽ ബാഹ്യമായിട്ട് മാത്രമല്ല ആന്തരികമായിട്ടും ആ നിലയിൽ ആയിത്തീരാനായിട്ട് കർത്താവ് സഹായിക്കുകയും അവനെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുകയും അങ്ങനെ ജയാളികളേക്കാൾ ജയാളിയായിട്ട് ഒരു വ്യക്തിയെ മാറ്റുകയും വി ആർ മോർ ദാൻ കോൺകറേഴ്സ് ത്രൂ ദ വൺ ഹു ലവ്ഡ് us എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു നിലവാരത്തിലേക്ക് ഒരു ദൈവപൈതലിനെ നടത്തുന്ന ഒരു അനുഭവമാണ് ഈ 8-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. നമുക്കവിടെ കാണാനായിട്ട് കഴിയും. സാങ്ക്ടിഫിക്കേഷൻ ത്രൂ ദ സ്പിരിറ്റ് എന്ന് നമുക്ക് ഈ 8-ാം അധ്യായത്തിന് നമ്മളൊരു ഹെഡിങ് കൊടുക്കുകയാണെങ്കിൽ, ദ സ്പിരിറ്റ് ഡെലിവേഴ്സ് ഫ്രം ദ പവർ ഓഫ് ഫ്ലഷ് എന്നുള്ളത് 8-ാം അധ്യായം 1-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ പറഞ്ഞേക്കുന്നത് ജഡത്തിൻ്റെ ശക്തിയിൽ നിന്ന്, ജഡീയമായിട്ടുള്ള ബന്ധനത്തിൽ നിന്ന്, ജഡത്തിൻ്റെ ബലഹീനതയിൽ നിന്ന് അതിനെ ഓവർകം ചെയ്ത് ജീവിക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു എന്ന് ആദ്യത്തെ 11 വാക്യങ്ങളിലും, തുടർന്ന് പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ച് നമ്മളിൽ ആ പുത്രത്വത്തിൻ്റെ അനുഭവം നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്നു എന്നുള്ളത് 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന് നമ്മൾ വായിക്കുമ്പോൾ, തുടർന്ന് നമ്മൾ ആ ദൈവത്തിൻ്റെ വചനത്തിൽ മറ്റു പല ഡെഫിനിഷൻസും ദൈവമക്കളെക്കുറിച്ച് കാണുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് കാണുന്നത് ഈ ഭാഗത്താണ്. ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല, ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തും എന്ന് മാത്രമല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് മാത്രമല്ല, മക്കളെങ്കിലോ നാം അവകാശികളുമാകുന്നു തുടങ്ങി ദൈവ മക്കൾ എന്ന നിലവാരത്തിലുള്ള നമ്മുടെ വിവിധമായിട്ടുള്ള സ്ഥാനങ്ങളെക്കുറിച്ചും നമ്മുടെ അവസ്ഥകളെക്കുറിച്ചും ഇവിടെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. തുടർന്ന് അതിൻ്റെ 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഫ്യൂച്ചർ ഗ്ലോറിയിലേക്ക്, ഈ മരണത്തിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന പ്രത്യാശയിലേക്ക് നമ്മളെ ഒരുക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് 18-ാം വാക്യം മുതൽ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് തുടങ്ങി, സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിന് വിടുതലും സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് തുടങ്ങി, നമ്മളെയൊക്കെ ഫ്യൂച്ചറിൽ നമുക്ക് മരണശേഷം നമുക്കുണ്ടാകുന്ന ആ ചില നിത്യതയിലുള്ള ചില അനുഭവങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കുകയും പ്രാർത്ഥനയിൽ നമുക്ക് തുണ നിന്ന് ക്രിസ്തു എന്ന സ്വരൂപത്തോട് അനുരൂപരായി തീരാൻ തക്കവണ്ണവും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരനുഭവത്തിലും പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ട് എത്തിക്കുന്ന കാര്യമാണ് 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ അതിൻ്റെ 31 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ
ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ ക്രിസ്തുവേശുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ല. നാമോ നമ്മെ സ്നേഹിച്ചൊരു മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നമ്മെ ദൈവം തിരഞ്ഞെടുത്തതാണ്. കുറ്റം വിധിക്കുന്നവൻ ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ എന്നുള്ള ആ നിലയിലുള്ള എല്ലാ നിലയിലുള്ള ബന്ധനങ്ങളെയും അതിജീവിച്ച് പൂർണ്ണ ജയം പ്രാപിക്കാനായിട്ട് ഒരു ദൈവത്തിന്റെ പൈതലിന് പരിശുദ്ധാത്മ നിറവിലൂടെ പരിശുദ്ധാത്മാവിനെ ബലപ്പെടുത്തുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ 8-ാം അധ്യായത്തിൽ മൊത്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്ലൈനായിട്ട് അതിനെ പറയാനുള്ളത്. തുടർന്ന് നമുക്ക് സമയം അനുവദിക്കുന്നത് പോലെ 8-ന്റെ 1 മുതൽ 13 വരെ എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കഴിവിൻ്റെ പരമാവധി, കാരണം അതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളതും അത് വളരെ ഡിസ്കസ് ചെയ്യേണ്ടതും നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതുമായിട്ടുള്ള വാക്യങ്ങളായതുകൊണ്ട് ആ ആദ്യത്തെ 4 വാക്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചതിന് ശേഷം മറ്റ് ഭാഗങ്ങളിലേക്ക് കടന്നു പോകാം എന്ന് പ്രത്യാശിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ആദ്യത്തെ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന് നീതി നിവൃത്തിയാകേണ്ടത് തന്നെ. തുടർന്ന് നമ്മൾ ജഡസ്വഭാവമുള്ളവരും ആത്മസ്വഭാവമുള്ളവരുമായിട്ടുള്ള ആൾക്കാരെ കുറിച്ചും അങ്ങനെ മനസ്സ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അനുഭവമായി സെറ്റിംഗ് അവർ മൈൻഡ് ഓൺ തിങ്സ് ഓഫ് ദ ഫ്ലഷ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവവും, എന്നാൽ ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാനായിട്ടാണ് ഒരു ദൈവത്തിൻ്റെ പൈതലിനെ ദൈവം വിളിച്ചിരിക്കുന്നതെന്നുമുള്ള യാഥാർത്ഥ്യങ്ങളാണ് തുടർന്ന് ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തരുന്നത്. ഒരു പക്ഷേ അത് ഇന്ന് സമയമുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ തുടർന്ന് സംസാരിക്കുന്ന ദൈവദാസന്മാർ അതിനെ അഡ്രസ്സ് ചെയ്യും. ആദ്യത്തെ ചില ഭാഗങ്ങൾ ആദ്യമായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുക. നമുക്കറിയാം, നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വാക്യമാണ് നമ്മൾ ഈ വായിക്കുന്ന 8-ാം അധ്യായം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നമ്മൾ ഈ 8-ാം അധ്യായം വരെ പറഞ്ഞു വന്ന ഈ ആത്മീയ കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം എന്നുള്ള നിലയ്ക്കാണ് നമുക്ക് ഈ 8-ാം അധ്യായത്തിലെ 1-ാം വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ചില ട്രാൻസ്ലേഷൻസിൽ അത്, പ്രത്യേകിച്ച് KJV, NKJV പോലുള്ള ട്രാൻസ്ലേഷൻസിൽ അത് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തേക്ക് നമുക്ക് കാണാം. അതുകൊണ്ട് ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ശിക്ഷാവിധി ഇല്ല എന്നുള്ളൊരർത്ഥത്തിലാണ് അവിടെ പറയപ്പെട്ടേക്കുന്നത്. ഈ 4-ാം അധ്യായത്തിലെ ആദ്യത്തെ ഭാഗം കൂടെ 1-ാം വാക്യത്തിൽ ചേർത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മളിൽ നമുക്കാണ് ശിക്ഷാവിധി ഇല്ലാതിരിക്കുന്നത് എന്ന് ചിന്തിക്കാനായിട്ട് ഇടയായിത്തീരും. അത് നമ്മൾ ഇത്രയും നേരം പഠിച്ച ആ സൗജന്യമായ നീതീകരണം എന്നുള്ള ആ വിഷയത്തിന് ഒരു പക്ഷേ അത് വിഘാതമായിട്ട് തീർന്നേക്കാം എന്നുള്ളത് കൊണ്ടും, ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു ആശയം പറഞ്ഞിട്ട് അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന നിലയിൽ വേറൊന്നും പറയത്തില്ല എന്നുള്ള കാരണം കൊണ്ടും, എന്ന് മാത്രമല്ല അതിൻ്റെ ഒറിജിനലായിട്ടുള്ള കയ്യെഴുത്ത് പ്രതികളിൽ ഈ പറയുന്ന 2-ാം ഭാഗം കാണുന്നില്ല എന്നുള്ളതും കൊണ്ട് ആയിരിക്കാം മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അവിടെ പറയുന്ന അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് വളരെ അൺകണ്ടീഷണലായിട്ട് അത് പറഞ്ഞേക്കുന്നത്. എന്തെങ്കിലും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഭാഗത്തു നിന്നെങ്കിലും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ശിക്ഷാവിധി ഇല്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്, അവൻ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു, പുത്രനുള്ളവന് ജീവനുണ്ട് എന്നുള്ള എക്സ്പ്ലിസിറ്റ് ആയിട്ട് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ വേറൊരു കണ്ടീഷനും അറ്റാച്ച് ചെയ്തിട്ടില്ല. അതിൽ വിശ്വാസത്തോടുകൂടെ ഒരു വ്യക്തിയുടെ പേർക്കാണ്, അല്ലെങ്കിൽ എൻ്റെ പേർക്കാണ് കർത്താവ് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്ത ആ നീതീകരണത്തിന്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ കർത്താവ് എനിക്ക് വേണ്ടി
എൻ്റെ ശിക്ഷ എനിക്ക് പകരമായിട്ട് എൻ്റെ സ്ഥാനത്ത് താൻ ഏറ്റെടുത്തത് കൊണ്ട് ആ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ എന്നെ സൗജന്യമായി നീതീകരിക്കുന്നു എന്നുള്ളത് നാം ആദ്യത്തെ 5 അധ്യായങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണാനിടയായ കാര്യമാണ്. അതുകൊണ്ട് വിശ്വാസത്താലാണ് നാം ദൈവത്തിന്റെ മക്കളായിട്ട് തീരുന്നത്. അല്ലാതെ നീ ഇന്നതുപോലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിന്നെ ദൈവമകനായിട്ട് സ്വീകരിക്കുന്നത് പരിഗണിക്കാം എന്നൊരർത്ഥത്തിലല്ല ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആകയാൽ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ പറയപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ വേറൊരു സംശയവുമില്ല. പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ പേർക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ കർത്താവ് മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും അവൻ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. കർത്താവെ, ഞാൻ അയോഗ്യനാണ് ഈ രക്ഷ പ്രാപിക്കാൻ, എന്നാൽ നീ എന്നെ യോഗ്യനാക്കി തീർത്തു എന്ന് ഓരോ വ്യക്തിക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ അവന് പറയാനായിട്ട് കഴിയും. എന്നിട്ട് തുടർന്ന് പറയുന്നതാണ് നമ്മൾ കാണുന്നത്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, എന്നാൽ ദൈവത്തിന്റെ മക്കൾക്ക് അവർക്ക് കണക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദൈവസന്നിധിയിൽ അവന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവമക്കൾക്ക് കണക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഇതര ഭാഗങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവർക്ക് കണ്ടംനേഷൻ, ദർ ഈസ് നോ കണ്ടംനേഷൻ ഫോർ ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. കാരണം ആ കണ്ടംനേഷൻ, ഞാൻ അനുഭവിക്കേണ്ട ആ കണ്ടംനേഷൻ, ശിക്ഷാവിധി എനിക്ക് പകരമായിട്ട് എൻ്റെ കർത്താവ് അനുഭവിച്ചത് കൊണ്ട് എനിക്കിപ്പോൾ സൗജന്യമായിട്ട് എത്ര വലിയ ഘോരഭാവിയാണെങ്കിലും അവന്റെ സന്നിധിയിലേക്ക് ഒരു മനസാക്ഷി കുത്തില്ലാതെ കർത്താവ് എനിക്ക് പകരമായിട്ട് എൻ്റെ കർത്താവ് കാൽവരിയിൽ മരിച്ചു. അതുകൊണ്ട് ഒരു ശിക്ഷാവിധി ഈ കുറിച്ച് ഭയക്കാതെ കർത്താവ് നിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവനായിട്ട് ഞാൻ കടന്നു വരുന്നു എന്ന് പറയാനാണ്. എനിക്ക് പ്രായശ്ചിത്തമായിട്ട്, എനിക്ക് പകരമായിട്ട് കർത്താവ് തീർന്നത് കൊണ്ട് ഞാൻ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു എന്ന് ഓരോ വ്യക്തിക്കും പറയാനായിട്ട് സാധിക്കും. എന്നിട്ട് അടുത്ത വാക്യമാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം അത് വ്യാഖ്യാനിച്ചപ്പോൾ ഒരു ചെറിയ ഡീവിയേഷൻ ഉണ്ടായോ എന്നെനിക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. പെട്ടെന്ന് എനിക്ക് തോന്നി, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഒരു മിനിറ്റ്. ഇപ്പം ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അത് പെട്ടെന്ന് ന്യായപ്രമാണമാണ് എന്ന് ചിന്തിച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞപ്പോൾ ആ ഒരു അർത്ഥം അവിടെ വന്നു എന്നെനിക്കത് റീപ്ലേ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയും. അവിടെ ന്യായപ്രമാണം എന്നുള്ള ഒരു അർത്ഥത്തിനേക്കാളും അധികമായിട്ട് തൊട്ട് മീതെയുള്ള 7-ാം അധ്യായത്തിൽ 2 പ്രമാണങ്ങൾ നമ്മളിൽ വർക്ക് ചെയ്യുന്നതായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന്, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ പ്രമാണത്തെയും എൻ്റെ അവയവങ്ങളിൽ വേറൊരു പ്രമാണവും ഞാൻ കാണുന്നു. എൻ്റെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപപ്രമാണത്തിന് എന്നെ അത് ബദ്ധനാക്കി കളയുന്നു എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഈ ഒരു നിലയിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ബുദ്ധി കൊണ്ട് വെറുതെ ഉന്നതമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും ചെയ്യുമ്പോൾ അത് ചെയ്യാൻ കഴിയാതെ എന്നെ ക്യാപ്റ്റിവേറ്റ് ചെയ്ത് കളയുന്ന, എന്നെ ബദ്ധനാക്കി കളയുന്ന വേറൊരു പാപപ്രമാണത്തെ ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുകയും അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് കരയുന്ന നിലയിലുള്ള ഒരനുഭവത്തിലേക്ക് പൗലോസ് ആ ഭാഗത്ത് പറയുകയും ഓരോ മനുഷ്യൻ്റെ അനുഭവമാണ് അത് എന്ന് നമുക്ക് കാണാനായിട്ട്. എന്നാൽ ഇവിടെയാണ് ഈ 2-ാം വാക്യത്തിലാണ് ഇതിൻ്റെയൊക്കെ ആ അന്തസത്ത കിടക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയം കിടക്കുന്നത്, അത് ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, വളരെ ബോൾഡായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഇരട്ടത്താപ്പ് ജീവിതത്തിൽ നിന്ന് ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും എൻ്റെ അവയവങ്ങളിൽ കൂടെ പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്ന എൻ്റെ ഈ ഇരട്ടത്താപ്പ് ജീവിതത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് കടന്നു വന്നപ്പോൾ ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് അതിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. 1-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, എനിക്ക് ശിക്ഷാവിധിയില്ല, സൗജന്യമായി ദൈവസന്നിധിയിൽ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിക്ക്
രണ്ടാമത് അവനുണ്ടാകുന്ന അനുഭവമാണ് ഈ ഇരട്ടത്താപ്പ് ജീവിതത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന എനിക്ക് എൻ്റെ ഇരട്ടത്താപ്പ് ജീവിതത്തിൽ നിന്ന് കർത്താവ് വിടുതൽ നൽകിയിരിക്കുന്നു. ഇനിയും ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു അനുഭവമല്ല, മറിച്ച് ആ ഒരു ഒരു പാരതന്ത്ര്യത്തിൽ നിന്ന്, ആ ഒരു 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 ബന്ധനത്തിൽ നിന്ന് എന്നെ കർത്താവ് വിടുവിച്ചിരിക്കും. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന്, എൻ്റെ അവയവങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടുവരുന്ന പാപപ്രമാണത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ചിരിക്കുന്നു. ഒരു ദൈവത്തെ, കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവത്തിന് പരിശുദ്ധാത്മാനാൽ നിറഞ്ഞ ഒരു ദൈവത്തിന്റെ പൈതല് റോമാലേഖനം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെയുള്ള ഒരു അനുഭവത്തിൽ തുടർന്ന് ജീവിക്കേണ്ടതില്ല. കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ അവന് ആ പാപത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പാപത്തെ ജയിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കാനുള്ള ദൈവത്തിന്റെ കൃപ കൊണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊണ്ട് കർത്താവ് അവനെ നിറച്ചിരിക്കുന്നു. ഇനി അവൻ മനസ്സുകൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും പിന്നെ ശരീരം പ്രവൃത്തി കൊണ്ട് പാപപ്രമാണത്തെയും സേവിച്ച് മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥ അവനില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസ്താവനയാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് പ്രായോഗികമായി ജയജീവിതം ജീവിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനത്തിൽ പറയപ്പെട്ട കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ അനുവർത്തിക്കത്തക്കവണ്ണമുള്ള ഒരു ഫ്രീഡത്തിലേക്ക് കർത്താവ് അവനെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം നമ്മളോട് പ്രഖ്യാപിക്കും. ഇത് തന്നെ കൺഫേം ചെയ്യുന്ന, തുടർന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും അതിനെ കൺഫേം ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അതിനെ ഉറപ്പിക്കുന്നതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് തുടർന്നും നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിനെയും മരണത്തിനെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാഞ്ഞതിനെ സാധിപ്പാൻ, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. നമുക്കറിയാം എന്താണ് കാൽവരി ക്രൂശിൽ സംഭവിച്ചത്, അല്ലെ കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത് എന്ന് വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് ജഡത്താലുള്ള ബലഹീനത എന്നുള്ളതും 7-ാം അധ്യായത്തിൽ നമ്മൾ കാണാനിടയായി തീർന്നു. അവിടെ പൗലോസ് പറയുന്നത്, ന്യായപ്രമാണം ആത്മീയമെന്ന് ഞാൻ അറിയുന്നു, എന്നാൽ ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനത്രേ ചെയ്യുന്നത്. അപ്പം പ്രശ്നം ന്യായപ്രമാണത്തിൻ്റെ അല്ല, ന്യായപ്രമാണം ആത്മീയമെന്ന് ഞാൻ അറിയുന്നു, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. പ്രശ്നം എന്നിലാ കിടക്കുന്നേ. എൻ്റെ ഉള്ളിൽ ഈ പാപ സ്വഭാവം ഇരിക്കുന്നത് കൊണ്ട് ഈ പാപ സ്വഭാവത്തിന് കൂടെ നീക്കം വരാതെ ഞാൻ പാപം പ്രവർത്തിക്കുന്ന ഒരു അനുഭവത്തിന് നീക്കം വരത്തില്ല. അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് കതിരെ കൊണ്ട് വളം വെക്കുന്നെന്ന് പറഞ്ഞതുപോലെ എല്ലാം മനസ്സുകൊണ്ട് പല തിന്മകളും ചിന്തിച്ചിട്ട് പ്രവർത്തി തലത്തിൽ അത് വരുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു ക്രിസ്ത്യാനിക്ക് അഭിമാനിക്കാനായിട്ട് ഒന്നുമില്ല. കാരണം നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് കേവലം പ്രവർത്തി തലത്തിൽ ചില പറയപ്പെട്ട പാപങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ള ഒരു വിശുദ്ധിയല്ല, അതിനേക്കാൾ ഉപരി ചിന്താമണ്ഡലത്തിൽ തന്നെ ഈ വിശുദ്ധീകരണത്തിന്റെ അനുഭവം നമ്മളിൽ ഉണ്ടാകാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഈ പാപ സ്വഭാവം മാറാതെ ഒരിക്കലും പാപം പ്രവർത്തിക്കുന്നതിൽ നിന്ന് നമുക്കൊരു വിടുതലുണ്ടാകും. ഈ പാപ സ്വഭാവത്തിന് നീക്കം വരുന്ന നിലയിൽ ചില വിടുതലുകൾ നമ്മുടെ ഉള്ളിൽ നടക്കാതെ നമുക്കൊരിക്കലും പാപം പ്രവർത്തിക്കാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ ഇവിടെ കാണുന്നത് ജഡത്താലുള്ള ബലഹീനത, ഇങ്ങനെ പാപ സ്വഭാവത്തിന് നീക്കം വരാതെ പാപം ചെയ്യരുത് എന്ന് പറയുന്ന ഒരു അനുഭവത്തിലായിരുന്നു ഞാൻ നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പാപ സ്വഭാവത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്ന ഈ പാപ സ്വഭാവത്തിന് അതേ കാര്യം തന്നെ 7-ാം അധ്യായം താഴെയും നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ ആകയാൽ അത് പ്രവർത്തിക്കുന്നത് ഞാനല്ല, അതിൻ്റെ 20-ാം വാക്യം, ആകയാൽ ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ.
അപ്പോൾ അവിടെയാണ് നമുക്ക് പാപത്തെക്കുറിച്ചൊരു ഡെഫിനിഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ എന്നെക്കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തി, ഒരു പ്രമാണം എന്നിൽ വസിക്കുന്നു. അതിനെയാണ് ദൈവത്തിൻ്റെ വചനം പാപം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ നിന്ന് ജഡത്താലുള്ള ബലഹീനത എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗങ്ങൾ പറഞ്ഞത്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ എന്നുള്ളത് ബ്രാക്കറ്റിലാണ് കൊടുത്തേക്കുന്നത്. ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. അപ്പൊ കർത്താവ് മനുഷ്യനായി തീർന്നതിൻ്റെ ഒരു രഹസ്യം അവിടെ പറയുകയാണ്. ഈ പാപ സ്വഭാവത്തെ ചുമന്നൊഴിക്കാനായിട്ട്, ഈ പാപ സ്വഭാവത്തിന് നീക്കം വരേണ്ടതിന്, ഈ പാപ സ്വഭാവം എൻ്റെ ജീവിതത്തിൽ നിന്ന് അപ്രൂട്ട് ചെയ്യേണ്ടതിന്, അതിനെ പിഴുതെടുക്കേണ്ടതിന്, അതിനെ മുളയിലെ നുള്ളാനായിട്ട് കർത്താവ് ഒരു കാര്യം ചെയ്തു. അവൻ ഈ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ, പാപജഡത്തിൽ വന്നെന്ന് അല്ല പറഞ്ഞേക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ എബ്രായർക്ക് എഴുതുന്ന ലേഖനം 4:16 വായിക്കുന്നത് പോലെ പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട മഹാപുരോഹിതനത്രേ നമുക്കുള്ളത് എന്ന് നമ്മൾ അവിടെ വായിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. അത് ഒന്ന് ഇംഗ്ലീഷിൽ വായിക്കുന്നത്, അതിൻ്റെ 8-ാം അധ്യായം 3-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: For what the law was powerless to do in that it was weakened by the sinful nature, God did by sending his own Son in the likeness of a sinful man to be a sin offering, and so he condemned sin in sinful man in order that the righteous requirements of the law might be fully met in us, who do not live according to the sinful nature but according to the Spirit. അപ്പോൾ വളരെ ഞാൻ നേരത്തെ പറഞ്ഞു, പാപം എന്ന് ഉദ്ദേശിക്കുമ്പോൾ 2 നിലയിലുള്ള അനുഭവം. പാപപ്രവൃത്തി എന്നുള്ളത് ആരെന്ന് നമ്മൾ നേരത്തെയൊക്കെ 3-ാം അധ്യായമൊക്കെ വരുമ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നതെങ്കിൽ 5-ാം അധ്യായത്തിൻ്റെ അവിടെ മുതൽ പാപ സ്വഭാവത്തെയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. അപ്പം ഇവിടെ പല സ്ഥലങ്ങളിലും ഈ പാപ സ്വഭാവത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം എന്ന് പറയുമ്പോഴും അത് പാപ സ്വഭാവത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്ന് ഞാനിപ്പോൾ പറയാനിടയായത്. ജഡത്താലുള്ള ബലഹീനത ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ നമുക്കറിയാം, ഈ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്ന് പറയുന്നത് ആരുടെ ജഡത്തെക്കുറിച്ചാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി. കാരണം നേരത്തെ തന്നെ തൊട്ടു മുന്നിൽ അത് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ കടന്നു വന്നിട്ട് ആ കർത്താവിൻ്റെ ജഡത്തിൽ കർത്താവിൻ്റെ ശരീരത്തിൽ താൻ ഈ പാപങ്ങളെ വഹിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം ഉച്ചൈസ്തരം ഘോഷിക്കുന്ന ഒരു ആത്മീയ സത്യം. ഇവിടെ മാത്രമല്ല, എബ്രായർക്ക് എന്ന ലേഖനത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ കോട്ട് ചെയ്തു, തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ താൻ പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി, ക്രിസ്തുവിൻ്റെ ശരീരമാണ് നമുക്ക് വേണ്ടി യാഗമായിട്ട് തീർന്നത്. അപ്പോൾ തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ താൻ പ്രതിഷ്ഠിച്ച പുതുവഴി എന്ന് ചിന്തിക്കാൻ മാത്രമല്ല, ദൈവവചനത്തിന് ഇതര ഭാഗങ്ങളിലും നമ്മൾ കാണുന്നു. ഓൾറെഡി നമ്മൾ ചിന്തിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തു. കാരണം ക്രിസ്തുവിന്റെ ശരീരത്തിൽ അവൻ പാപത്തിന്റെ ശിക്ഷയും തൻ്റെ ശരീരത്തിൽ അവൻ ഈ പാപ സ്വഭാവത്തെയും ചുമന്ന് പാപത്തിന്റെ ശിക്ഷയ്ക്കും പാപത്തിന്റെ ശക്തിക്കും കാൽവരി ക്രൂശിൽ അവൻ നീക്കം വരുത്തി, അതിന് പരിഹാരം ഉണ്ടാക്കി എന്ന് നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. അതേ അർത്ഥം തന്നെയാണ് ഇവിടെയും ദൈവത്തിന്റെ വചനത്തിൽ ഉൾക്കൊള്ളിച്ചേക്കുന്നത്. ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാഞ്ഞതിന് സാധിപ്പാൻ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. തുടർന്ന് പറയുകയാണ്, അതാണ് അതിൻ്റെ ഒരു തെളിവെന്ന് പറയുന്നത്, ജഡത്തെ അല്ല ആത്മാവിനെ അത്രയും അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കേണ്ടതിന് തന്നെ. അപ്പോൾ നമ്മൾ 6-ാം അധ്യായത്തിൽ യജമാനത്വത്തെക്കുറിച്ചൊക്കെ പരിശോധന കണ്ടു. പാപത്തിന്റെ യജമാനായിരുന്നുകൊണ്ട് ദൈവത്തെ സേവിക്കാൻ കഴിയത്തില്ല. ഇന്ന് ക്രിസ്തു നമ്മുടെ യജമാനായിരിക്കുന്നത് കൊണ്ട് നമുക്ക് നീതിയുടെ ആയുധങ്ങളായി നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കാനായിട്ട് സാധിക്കും. അതിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുകയും നമ്മളെ വിടുവിക്കുകയും ചെയ്യും
എന്ന് നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നടത്താനായിട്ട് ആഗ്രഹിക്കുക. ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. അപ്പൊ ഈ രണ്ടാം വാക്യത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ഇരട്ടത്താപ്പ് ജീവിതത്തിൽ ഇനി ജീവിക്കേണ്ട ആവശ്യമില്ല, അതിൽ നിന്ന് കർത്താവ് വിടുവിച്ചു എന്ന് പറഞ്ഞതിന് സമാനമായിട്ട് ഈ ഭാഗത്തുനിന്ന് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കാൻ തക്കവണ്ണം ദൈവം ഒരു പുതിയ വഴി നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. ക്രിസ്തുവിലുള്ളവർക്ക് ഇനി ജഡത്തെ അനുസരിച്ച് ജഡത്തിന് കീഴടങ്ങി ജീവിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് ക്രിസ്തുവിലുള്ളവർക്ക് അവർക്ക് ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ തക്കവണ്ണം ദൈവം ഒരു വഴി തുറന്നിരിക്കുന്നു. അത് പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ കർത്താവ് വന്നിട്ട് ആ പാപജഡത്തിൽ ആ പാപത്തെ വഹിച്ചത് കൊണ്ടാണ് ഈ വഴി നമുക്ക് തുറന്നിരിക്കുന്നത്. മൂന്നാം വാക്യ അവസാനം പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്ന് പറഞ്ഞിട്ടാ പറയുന്നത്. ജഡത്തെ അല്ല ആത്മാവിനെ അത്രയനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകുന്നു. അപ്പം ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ നമുക്ക് കഴിയും എന്നുള്ളത് ആ വചനഭാഗത്തു നിന്ന് വ്യക്തമാണ്. അതും കൂടെ പോരെങ്കിൽ നമുക്ക് 8:12 വാക്യം, അത് പിന്നെ നമ്മൾ ചിന്തിക്കുന്ന വാക്യമാണ്, എന്നാലും ഇതിനൊരു ഉപോത്ബലകമായിട്ട് ഞാൻ ആ വാക്യം കൂടെ വായിക്കുക. 12 വാക്യത്തിൽ, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. അതിന്റെ അർത്ഥം നിങ്ങൾ ഇംഗ്ലീഷിലൊക്കെ വായിച്ചു നോക്കിയാൽ കാണാം. നമുക്ക് ജഡത്തോട് നമുക്കൊരു ബാധ്യതയുമില്ല, ഒരു ഒബ്ലിഗേഷനും ഇല്ല. നമുക്ക് ഒബ്ലിഗേഷനും ബാധ്യതയും ഉള്ളത് ആത്മാവിനോടാകുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടതിന് ആത്മാവിനാകുന്നു നാം കടക്കാരാകുന്നത്. ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല നാം കടക്കാരാകേണ്ടത്. അപ്പൊ ജഡത്തോടുള്ള കടമൊന്നും നമുക്കിനി ബാധ്യത ഒന്നുമില്ല. ജഡത്തിന് ഇനി ഒബ്ലൈജ് ചെയ്യേണ്ട ആവശ്യമില്ല. ജഡത്തിന്റെ ഡിമാൻഡുകൾക്ക് നമ്മൾ മുട്ടുമടക്കേണ്ട ആവശ്യമില്ല. കാരണം ജഡത്തിന്റെ ഡിമാൻഡുകളെ ജയിച്ച് ജീവിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു ദൈവിക വഴി നമുക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം നമുക്ക് അവന്റെ ശരീരത്തിൽ അവന്റെ മരണ പുനരുത്ഥാനങ്ങളോട് ഏകീഭവിക്കുക കൊണ്ട് നമുക്കൊരു പുതിയ വഴി തുറക്കപ്പെട്ടിരിക്കുന്നു. പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വന്നു, പാപനിമിത്തം വന്നു, ആ പാപജഡത്തിൽ താൻ ആ പാപത്തിന് ശിക്ഷ വിധിക്കപ്പെട്ടു. അങ്ങനെ ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന്. അതുകൊണ്ടാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾ ഒരുപക്ഷെ അതിന്റെ വരികൾക്കിടയിലൂടെ നിങ്ങൾ വായിക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. എന്നാലും മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാനത് പറയുകയാണ്, അല്ലാതെ അതിനെ ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയല്ല. നമുക്കിവിടെ 2 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. 2-ാം വാക്യവും 4-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. പാപത്തിന്റെ അല്ലെങ്കിൽ ഈ ഇരട്ടത്താപ്പ് ജീവിതത്തിൽ നിന്ന് നമുക്ക് മോചനമുണ്ട്. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്താൽ എനിക്ക് മോചനമുണ്ട് എന്ന് മാത്രമല്ല, ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കാനായിട്ടുള്ള അനുവാദവും അതിനുള്ള അധികാരവും ദൈവസന്നിധിയിൽ നമുക്കുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, എന്താണ് കാൽവരി ക്രൂശിൽ സംഭവിച്ചത്? കാൽവരി ക്രൂശിൽ സംഭവിച്ചത്, പാപം ചെയ്യാതെ പാപം അറിയാത്തവനെ ഞാൻ അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവനെ എനിക്ക് വേണ്ടി പാപമാക്കി എന്ന് ദൈവത്തിന് വചനം പറയാം. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കി. അല്ലെങ്കിൽ ഈ കാൽവരി ക്രൂശിൽ വെച്ച് കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുമ്പോൾ ഒരു എല്ലാ നിലയിലും ഒരു പാപി എന്നുള്ള അർത്ഥത്തിൽ അവൻ എൻ്റെ പാപവും എൻ്റെ പാപ സ്വഭാവവും അവൻ ഏറ്റെടുത്ത് മരിച്ചത് കൊണ്ട് എല്ലാ നിലയിലും അവൻ എന്നോട് താദാത്മ്യം പ്രാപിക്കുകയും ആ കാൽവരി ക്രൂശിൽ വെച്ച് പാപത്തിന്റെ ശിക്ഷയും അവൻ ഏറ്റെടുത്തു, പാപത്തിന്റെ ശക്തിയെയും കൂടെ അവൻ ആ കാൽവരി ക്രൂശിൽ മരിപ്പിച്ച് അതിനെ പവർലെസ് ആക്കി മാറ്റി, അതിനെ നിരായുധമാക്കി മാറ്റി എന്ന് നമ്മൾ ദൈവത്തിന് മനസ്സിൽ വായിക്കും. അപ്പോൾ പാപത്തിന് പാപത്തിന്റെ ശക്തിക്ക് ഇനി എന്നെ കീഴടക്കാൻ കഴിയാതെ വണ്ണം ആ ശക്തിയെയും കൂടെ അവനോട് കൂടെ ആ കാൽവരി ക്രൂശിൽ ആ പാപത്തിന്റെ ശക്തിയും കൂടെ അവൻ മരിപ്പിച്ചതായിട്ട് റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ ഓൾറെഡി ധ്യാനിക്കാനിടയായിട്ടത്. അപ്പോൾ ഈ പാപത്തിന്റെ ശക്തിയെ താൻ മരിപ്പിച്ച് അതിനുമേൽ താൻ ജയം നേടി, അവൻ ആ ക്രൂശിൽ മരിച്ചു, മരണത്തെ ജയിച്ച് ആ മരണത്തിന്റെ മേലും ജയം നേടി. എന്നിട്ട് ആ ജയത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് ഇന്ന് നൽകിയേക്കുക. എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാ. ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മളിപ്പം ലാസ്റ്റിൽ ഞാൻ ആ റെക്കോർഡിട്ട് കേൾപ്പിച്ച ആ പാട്ട്, വാഴ്ത്തി സ്തുതിക്കുമെന്നും എൻ്റെ താഴ്ചയിൽ ഓർത്ത യേശുവിനെ, അതിലൊരു ലൈനുണ്ട്, ജയഗീതം പാടിടുവാ നിൻ ജയം നീ എനിക്കേകിയല്ലോ. അപ്പം ഈ പാപത്തിന്റെ ശക്തിയെ ഞാൻ ജയിച്ചതല്ല, ഞാൻ ഈ ശക്തിയെ ജയിക്കാനായിട്ട് കർത്താവ് അതിനെ ജയിച്ചു. ഞാൻ ഈ ശക്തിയെ ജയിക്കാൻ വേണ്ടി കർത്താവ് അതിനെ ജയിച്ച് ആ ശക്തി എന്നിലേക്ക് പകരപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഈ ജീവനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്. നമ്മളിൽ വസിക്കുകയും നമ്മളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഈ ജീവനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്, അത് കേവലം നമുക്ക് എന്തോ ഒരു ദിവ്യശക്തി നമ്മളിലേക്ക് വന്നു എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ മാത്രം ഉള്ള ഒരു ശക്തിയല്ല, മറിച്ച് അത് ഈ നിലയിലുള്ള പാപത്തെയും മരണത്തെയും ജയിച്ച ശക്തിയാണ്. ഞാനും ഈ പാപത്തെയും മരണത്തെയും ജയിക്കത്തക്കവണ്ണം എന്നിലേക്ക് പകരപ്പെട്ടിരിക്കുന്ന ശക്തിയാണ് എന്നുള്ളത് നമുക്ക് തുടർന്ന് നമുക്ക് വായിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതാണ് എനിക്ക് കഴിഞ്ഞ സമയങ്ങളിൽ എനിക്ക് കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് എൻ്റെ ഹൃദയത്തെ ത്രസിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ദൈവവചന ഭാഗം. ഞാൻ അപ്പോൾ ഒത്തിരി സ്ഥലങ്ങളിൽ ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. കാരണം നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് കുറച്ച് ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ മാത്രം ഉള്ള ഒരു ശക്തിയല്ല, മറിച്ച് പാപത്തിന്റെ ശക്തിയെയും എന്റെ ക്രിസ്ത്യ ജീവിതത്തിലേക്ക് തടസ്സമായിട്ടിരിക്കുന്ന എല്ലാ നിലയിലുള്ള പാപത്തിന്റെ പ്രമാണങ്ങളെയും ജയിക്കത്തക്കവണ്ണമുള്ള ഒരു ശക്തിയാണ് എന്നിലേക്ക് പകരപ്പെട്ടിരിക്കുന്നത്. അത് ഒരു വിശ്വാസിക്ക് അവൻ എന്നെ സ്നേഹിച്ച ഒരു മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം ഒരു വിശ്വാസിയെ ശക്തനാക്കുന്ന ഒരു ശക്തിയാലാണ് ദൈവത്തിന്റെ ഒരു പൈതല് നിറയപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അത് ഉദാഹരണമായിട്ട് ഞാൻ ഇതിന് മുന്നേ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ കൂടെ ഞാൻ പറയുക. ഈ വാക്സിനേഷൻ കണ്ടുപിടിച്ച ഈ എഡ്വേർഡ് ജെന്നറിനെ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. കാരണം നമുക്കറിയാം, പണ്ട് വസൂരി ഇതൊക്കെ വന്ന് ഒത്തിരി പേര് മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്കറിയാം ഈ കോവിഡ് വന്നപ്പോൾ തന്നെ എത്ര പെട്ടെന്ന് വാക്സിനൊക്കെ ഉണ്ടാക്കി. അതിന് കാരണം അതിനൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിൾ ഒരിക്കലും മനസ്സിലായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിനു വേണ്ടി ഗവേഷണമല്ല, ആ രീതിയിലുള്ള ഒരു മെത്തഡോളജിയിൽ കൂടെ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് അവർക്കത് പെട്ടെന്ന് ഒരു പക്ഷേ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാൻ വന്നത്. ലൂയി പാസ്റ്ററും ഇത് തന്നെയാണ് ചെയ്തത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏത് രോഗമാണോ നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ആ രോഗാണുവിനെ എടുത്ത് വേറൊരു മൃഗത്തിലേക്ക് അത് ഇഞ്ചക്ട് ചെയ്തിട്ട് ആ മൃഗത്തിന് ആ രോഗം വന്നിട്ട് ആ മൃഗത്തിന്റെ ശരീരത്തിൽ അതിനെ ജയിക്കുന്ന ഒരു ആന്റിബോഡി ഉണ്ടാകുമ്പോൾ ആ ആന്റിബോഡിയെ എടുത്തിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അതിനെ ഇഞ്ചക്ട് ചെയ്യുന്നതാണ് ഈ പരിപാടി എന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെ ഇതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ എക്സാമ്പിളിനെ വലിയ പെർഫെക്റ്റ് ആക്കേണ്ട വിട്ടേര്, അതിനെപ്പറ്റി അതിൽ തർക്കമൊന്നുമില്ല. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി സംഭവിച്ചത്. തൻ്റെ പാപമില്ലാത്ത ശരീരത്തിൽ, പാപമില്ലാത്ത തൻ്റെ ജഡത്തിൽ കർത്താവ് നമ്മുടെ പാപങ്ങളെ ചുമന്നു. പാപ സ്വഭാവത്തെയും പാപ പ്രവൃത്തികളെയും താൻ ഏറ്റെടുത്ത് അതിനെ ആ ക്രൂശിൽ വെച്ച് അതിനെ ജയിച്ച്, ഹി മെയ്ഡ് ഇറ്റ് പവർലെസ്, അതിനെ ശക്തിയില്ലാത്തതാക്കി തീർത്തിട്ട് ആ ജയം, അങ്ങനെ ജയിച്ച ആ വിക്ടറി എന്നിലേക്ക് കർത്താവ് പകർന്നിരിക്കുക. അപ്പോൾ പല ആൾക്കാർ ചോദിക്കാറുണ്ട്, പറയാറുണ്ട് ഇങ്ങനെ. എനിക്കത് വളരെ രസകരമായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പാപത്തെ ജയിക്കുക ചെയ്തത്, അതുപോലെ നമ്മളും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ചെയ്ത് കഴിയുമ്പം നമ്മളും ഇത്ര പെർസെന്റ് വെച്ച് പാപത്തിൽ നിന്ന് ജയിക്കും എന്ന് പറയുന്ന രസകരമായിട്ടുള്ള ചില ഡോക്ടറുകൾ ഞാൻ കേൾക്കാനിടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, 4-ാം വാക്യം, ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന് നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ എന്ന് പറയുമ്പോൾ, ഈ ന്യായപ്രമാണത്തിന് നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ എന്ന് പറയുമ്പോൾ ഒരു പാസീവ് വോയിസിലാണ് അത് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പാസീവ് വോയിസ് എന്ന് ഉദ്ദേശിക്കുമ്പം വേറൊരാൾ നമ്മളിൽ നിവർത്തിക്കുന്ന ഒരു വിഷയമായിട്ടാണ് അതവിടെ ഇരിക്കുന്നത്. നമ്മൾ തന്നെ ഇത് പോയി പരിശ്രമിച്ച് ജയിച്ച് എന്ന് വെച്ച് നമ്മുടെ വിൽ പവർ കൂടാതെ പാപത്തിന് മേൽ ജയം ഉണ്ടാകും എന്നൊരു അർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ഇച്ഛാശക്തിയും കർത്താവ് നേടിയ ജയത്തോട് കൂടെ നമ്മുടെ ഇച്ഛാശക്തിയും നമ്മൾ വിശ്വസിച്ച് അത് ഏറ്റെടുക്കുമ്പോഴാണ് നമുക്ക് ജയം ലഭിക്കുന്നത്. എന്നാൽ വേറൊരു നിലയിൽ ചില പ്രവൃത്തി കൊണ്ടല്ല നമ്മൾ പാപത്തെ ജയിക്കുന്നത്. പാപത്തെ ജയിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അത് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
ഇന്ന് ഇംഗ്ലീഷ് വായിക്കുന്നത് ദ റൈച്ചസ് റിക്വയർമെന്റ്സ് ഓഫ് ദ ലോ മൈറ്റ് ബി ഫുള്ളി മെറ്റ് ഇൻ us, ബൈ ദ ഹോളി സ്പിരിറ്റ്, ബൈ സംബഡി അതർ ദാൻ വി. നമ്മളല്ലാത്ത വേറൊരു വ്യക്തിയാൽ നമ്മളിൽ നിവർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ആത്മാവിനെ, ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിലെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ വില്ലിങ്നെസ്സോട് കൂടെ തന്നെ, എന്നാൽ നമ്മുടെ പരിശ്രമം കൂടാതെ നമ്മളിൽ കർത്താവ് നിവർത്തിക്കുന്ന ഒരു ജയകരമായ അനുഭവത്തെക്കുറിച്ചാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. നമ്മളെ തന്നെ ഈൽഡ് ചെയ്ത് കൊടുക്കുമ്പോൾ, നമ്മളെ തന്നെ സമർപ്പിച്ച് കൊടുക്കുമ്പോൾ, ദൈവത്തിന് പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ബാക്കിയുള്ള ഭാഗത്തേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയില്ല. എന്നാൽ ഒരു ചോദ്യം മാത്രം നാളത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ഇട്ടിട്ട് ഞാൻ പോവുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു പൈതൽ, ദൈവത്തിന്റെ പൈതലിന് ദൈവത്തിന്റെ വചനമനുസരിച്ച് പറയുന്നത് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമ്മൾ ഒരിക്കൽ ദൈവത്തോട് യുദ്ധം ചെയ്യുന്നവരായിരുന്നു, എന്നാൽ ഇപ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട് എന്നാണ് വായിക്കുന്നത്. എന്നാൽ അങ്ങനെ ദൈവത്തോടുള്ള സമാധാനത്തിൽ കടന്നു വന്ന ഒരു വ്യക്തിക്ക് പിന്നെയും ദൈവത്തോടുള്ള എനിമിറ്റിയിൽ, ദൈവത്തോടുള്ള ശത്രുത്വത്തിൽ ജീവിക്കാൻ കഴിയുമോ? തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പം കാണാം, ഒരു പക്ഷേ അത് സാധിക്കും. കാരണം അങ്ങനെ വിടുവിക്കപ്പെട്ടിട്ടും ജഡമനസ്സിന് കീഴ്പ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ജഡമനസ്സ് ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല എന്ന് നമ്മൾ തുടർന്ന് വായിക്കുക. അപ്പം അങ്ങനെയുള്ള ഒരു ഹോസ്റ്റൈലായിട്ടുള്ള ഒരു ആത്മീയ ജീവിതം ജീവിക്കാൻ ഒരു പക്ഷേ നമുക്ക് ആത്മീയ ജീവിതം എന്ന് അതിനെ പറയാൻ കഴിയത്തില്ല, ഒരു പരാജയ ജീവിതം നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെയാണ് നമ്മൾ വായിക്കുന്നത്, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ചിന്തിക്കുന്നു എന്ന് പറയുമ്പോഴും അവിടെ ഇംഗ്ലീഷ് വായിക്കുന്ന ദേ ഹാവ് ദെയർ മൈൻഡ്സ് സെറ്റ് ഓൺ ദാറ്റ്. അതിലവർ ഉറപ്പിച്ചേക്കുക, അതിലവർ ഫിക്സ് ചെയ്തേക്കുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പം ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ ജഡത്തിന്റെ ചിന്ത മരണം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുക. നമുക്ക് തുടർന്ന് നാളെ അതിനെക്കുറിച്ച് വിശദമായിട്ട് ചിന്തിക്കാം. അതിനായിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും.